അനുവിന് ഫസ്റ്റ് കിട്ടിയാലും അനീഷേട്ടന് ഫസ്റ്റ് കിട്ടിയാലും എനിക്ക് ഫസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അവൾക്ക് പ്രശ്നമാണ്. എനിക്ക് ഫസ്റ്റ് കിട്ടണമായിരുന്നു. ഈ ലാസ്റ്റ് വരെ നിന്നേനായിരുന്നു എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മളെ തന്നെ ഇല്ലാതാക്കി കളയുന്ന ഒരു സമയം, അല്ലെങ്കിൽ എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ടാസ്ക് വെച്ചത്. ബിഗ് ബോസിനും സ്ക്രിപ്റ്റ് ഉണ്ട്, ലൈക്ക് ഒരു നായകൻ, നായിക, അല്ലെങ്കിൽ ചേച്ചി, ആർക്കെങ്കിലും ഒരാൾക്ക് പ്രൈസ് കിട്ടത്തോളം നമുക്കറിയാം. അതിപ്പോ ആർക്ക് കിട്ടിയാലും ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ആ ആളെ തന്നെ ബാക്കിൽ നിന്ന് കുത്തുന്ന പരിപാടി കാണിച്ചത് ഞങ്ങളും കണ്ട്. ബാക്കിൽ നിന്ന് കുത്തുന്നത് ഞങ്ങൾ കണ്ടു. എനിക്ക് ശൈത്യ പറ, ശൈത്യയുടെ ഇങ്ങനത്തെ ഒരു റോള് അഭിനയിക്കാൻ ബിഗ് ബോസ് പറഞ്ഞിരുന്നു. സ്ക്രിപ്റ്റിൽ ശൈത്യയുടെ റോള് വില്ലത്തിയായിരുന്നു, അല്ലെങ്കിൽ കട്ടപ്പയായിരുന്നു, ബിഗ് പിന്നിൽ നിന്ന് കുത്തുന്ന റോള്, അങ്ങനത്തെ ഒരു റോളാണ്, നല്ല റോളാണ്, അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണോ വീട്ടിലേക്ക് കയറിപ്പോയത്? ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് പറയുന്ന ചരിത്രത്തിൽ എഴുതപ്പെട്ട പേര് അനുമോളുടെ പേരാണ്. അത് മാറ്റാനായിട്ട് ഇതുപോലെ ഒന്നൊക്കെ നമ്മുടെ ഇമാജിനേഷൻ ആയിരുന്നു. അത് റിയൽ ആയിട്ട് നടന്നതല്ല. റീ എൻട്രിക്ക് വന്ന ശേഷം നിങ്ങൾ നടത്തിയതോ? അത് ഗെയിം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിലൊരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ശൈത്യ സന്തോഷും തൻ്റെ കൂടെ മത്സരിച്ച മറ്റൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്ന ശാരികയുടെ കൂടെയുള്ള ഒരു ഇൻ്റർവ്യൂ, അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ശൈത്യയ്ക്ക് പറയാനുള്ള ചില സത്യങ്ങൾ എന്നൊരു ടൈറ്റിലോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഇതിലെന്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത്? എത്രത്തോളം സത്യമുണ്ട്? ഇതൊരു പെർസ്പെക്റ്റീവ് മാത്രമാണോ? ശൈത്യ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം സത്യമുണ്ട് എന്നതിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കൂടാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഗുരുമന്ത്ര അപ്ഡേറ്റ് വീഡിയോയുടെ അവസാനം ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോയിലുണ്ടല്ലോ ശൈത്യ പറയാനുള്ള ശൈത്യയുടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ്, പിന്നെ ആ ബിഗ് ബോസ് വീട്ടിലുള്ള ചില കണ്ടസ്റ്റൻസിന്റെ ബിഹേവിയർ, അവരുടെ ക്യാരക്ടർ, ഇതിനെക്കുറിച്ചൊക്കെയാണ് കേട്ടോ ശൈത്യ അതിൽ തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞു, ഇത്രയും നാളായി, ഇനി നിങ്ങൾക്ക് ഇത് വിട്ടൂടെ, അടുത്ത സീസൺ 8 തുടങ്ങാറായി എന്ന് പറഞ്ഞുകൊണ്ട് ശാരിക കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ശാരിക വന്ന് പറയുന്നത് ബിഗ് ബോസ് കഴിഞ്ഞു, ഇപ്പോഴും ബിഗ് ബോസിന്റെ വാല് പിടിച്ച് നടക്കുന്ന കുറേ എണ്ണങ്ങൾ ഉണ്ടെന്നൊക്കെ. അതേ ശാരികയുടെ ചാനലിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ശൈത്യ സന്തോഷിന്റെ ഒരു ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. അതും ബിഗ് ബോസിലെ വിശേഷങ്ങൾ തന്നെ. തീർച്ചയായിട്ടും ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ആവുമ്പോൾ അതിനെക്കുറിച്ചാണല്ലോ കൂടുതൽ അവർക്ക് സംസാരിക്കാനുണ്ടാവുക. ഇപ്പൊ മാസങ്ങൾക്കിപ്പുറം, ഇപ്പൊ ഇത്രയും മാസങ്ങൾക്കിപ്പുറം ശാരിക ഇങ്ങനൊരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ അത് ബിഗ് ബോസിന്റെ വാല് പിടിച്ചിട്ടല്ലായിരിക്കും അല്ലേ? അവർക്കൊക്കെ എന്തോ, അവർ ബിഗ് ബോസിന്റെ കുഞ്ഞു മക്കളല്ലേ, അപ്പോൾ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് അല്ലേ, അപ്പോൾ അവർക്ക് എന്തോ ആവാലോ. എന്നാലും ശാരികയോട് മനസ്സ് തുറന്ന് പറഞ്ഞുകൊണ്ട് ശൈത്യ സന്തോഷ് എത്തിയിരിക്കുകയാണ്. ശൈത്യ ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റൻസിന്റെ ബിഹേവിയറിനെ കുറിച്ചും, ശൈത്യ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും, അതുപോലെ അവിടെ നടന്നിട്ടുള്ള ബിഹൈൻഡ് ദി സീൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മളോട് തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അതൊന്ന് കേൾക്കാം. എനിക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് ഉണ്ടായി. അപ്പോഴും ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിട്ട് തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ കുറേ കൂടി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനി ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്നെ അതൊന്നും ഏക്കത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഞാൻ ഭയങ്കര പാവമാണ്. ഞാൻ എന്നെ പോയിട്ട് പറയാമല്ല. കാര്യം എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര പാവങ്ങൾ. ഭയങ്കര ചേടാ ഇങ്ങനെയൊക്കെ വന്ന് പറയാൻ തോന്നിയല്ല എൻ്റെ പൊന്നു ശൈത്യ. ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ പറയുന്നത് ഇവർ ഭയങ്കര പാവമാണെന്നാണ് ഗൈസ്. ഇവർ ഭയങ്കര പാവമാണ്. നമ്മളാണ് പ്രശ്നക്കാർ. നമ്മൾ അത് കണ്ടതില്ലേ, നമ്മൾ സ്ക്രീനിൽ കണ്ടല്ലോ. 100 ദിവസം ഉണ്ടായില്ല, ആൾ കുറച്ച് ദിവസം ഉണ്ടായുള്ളൂ, ഓക്കെ പോട്ടെ. അത് അപ്പോൾ കണ്ടതാണെങ്കിലും റീ എൻട്രിക്ക് പുള്ളിക്കാരി വന്നപ്പോൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ഇമാജിനേഷനായിരുന്നു. അത് റിയലായിട്ട് നടന്നതല്ല. അത് ശൈത്യല്ല. ശൈത്യ ശരിക്കും ഭയങ്കര പാവമാണ്. നമ്മളത് മനസ്സിലാക്കണം കേട്ടോ. ആ സത്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതിയുടെയും നമ്മൾ ഓരോരുത്തരുടെയും കണ്ണിൻ്റെയും പ്രശ്നമാണ്. ബിഗ് ബോസ് അത് ശൈത്യനെ കൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ ശൈത്യ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കിയതാണെന്നാണ് ശൈത്യ പറഞ്ഞു വരുന്നത്. ബിഗ് ബോസ് വീടിനകത്ത് കുറച്ച് ദിവസം ഉണ്ടായപ്പോഴും നമ്മൾ കണ്ട ശൈത്യ ഒരു കട്ടപ്പ ശൈത്യയായിരുന്നു. കൂടെ നിന്ന ഒരാളെ പിടിച്ചു വലിച്ച് താഴിടുന്ന ഒരു ശൈത്യനെയായിരുന്നു നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ തിരിച്ച് റീ എൻട്രിക്ക് വന്ന ശേഷം ശൈത്യ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? അപ്പോൾ ഗെയിം കളിക്കാൻ വന്നാൽ, മറ്റേത് ഗെയിമാണെന്ന് വിചാരിക്കാം. നിങ്ങൾ നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രാറ്റജി നിങ്ങൾ എടുത്തു. പക്ഷേ റീ എൻട്രിക്ക് വന്ന ശേഷം നിങ്ങൾ നടത്തിയതോ അത് ഗെയിമായിരുന്നോ ശൈത്യ? അപ്പം നിങ്ങൾ ഗെയിം കളിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ തോറ്റു പുറത്തായതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഗെയിം കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശൈത്യ പാവം കേട്ടോ. നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ തെറ്റാണ്, നമ്മുടെ മിസ്റ്റേക്കാണ്. ശൈത്യ പാവമാണ്. എന്നാലും നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. കൈൻഡ് ഹാർട്ടഡ് പേഴ്സണാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിൽ വെച്ചിട്ട് കണ്ട സമയത്തുണ്ടല്ലോ, എനിക്കറിയാം പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ നാട്ടുകാരോട് പറയരുത് അത് കൊടുക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് ടെൻഷനായി. ഓൾറെഡി എന്റേത് ഫിക്സ് ആയിട്ടിരിക്കുമായിരുന്നു, ഷാരുൻ്റെതും ഫിക്സ് ആയിട്ടിരിക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. അപ്പൊ ഷാരു ആണെങ്കിൽ ഫുൾ ഇങ്ങനെ കുറെ പൂവൊക്കെ കൊണ്ടു കൊടുക്കുന്നു. അമ്മയ്ക്ക് അത് ടെൻഷനായിട്ട് അമ്മയും കൊണ്ടുപോയി കൊടുക്കുന്നു.
അത് കഴിഞ്ഞിട്ട് ദീപാരാധനയുടെ സമയത്തുണ്ടല്ലോ ഷാരു ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ കുറച്ച് ബാക്കിലാട്ടോ, ഇപ്പുറത്തെ സൈഡിലായിട്ട്. അപ്പോഴേക്കും അമ്മ പറഞ്ഞു, ദേ ഷാരിക ഫ്രണ്ടിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നു, നീയും പോയി ഫ്രണ്ടിൽ നിന്ന് ദേവി ഫ്രണ്ടിൽ പോയി നിൽക്കുക. ചിലപ്പോൾ ദേവി നമ്മളെ കണ്ടില്ലെങ്കിലോ, ഫ്രണ്ടിൽ ബാക്കിൽ ദൂരെ നിന്നാൽ ചിലപ്പോൾ ദേവി കണ്ടില്ലെങ്കിലോ, അപ്പോൾ അടുത്ത് പോയി നിൽക്ക്. അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ ഫാമിലിയെ കുറിച്ച് എന്താണെന്നുള്ളത്, ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇവർ തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ ശൈത്യയുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഷാരികനെ ബിഗ് ബോസിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഓൾമോസ്റ്റ് സെലക്റ്റായി, ശൈത്യയും സെലക്റ്റായി. പക്ഷെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. അമ്പലത്തിൽ പൂവും താലൂക്കും ആയിട്ട് ദേവിക്ക് പൂജയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശൈത്യ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ശൈത്യയുടെ അമ്മയ്ക്കാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ, അയ്യോ എൻ്റെ മോള് വാങ്ങിയിട്ടില്ല, എന്നാൽ നീയും കൂടി കൊടുക്ക് എന്ന് പറഞ്ഞ് കുറച്ചുകൂടി പൂവ് വാങ്ങിച്ച് ദേവിക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ഷാരിക ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഫ്രണ്ടിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുക. അതായത് മറ്റുള്ളവർ ചെയ്യണ കണ്ട് അതേപോലെ തൻ്റെ മകൾക്കും വേണം. ചില പാരൻസ് അങ്ങനെയുണ്ട്, മക്കളോടുള്ള ഓവർ സ്നേഹം കെയറിങ്ങും കൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ തോന്നുന്നത്. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. അപ്പോൾ ഇത് തന്നെയാണ് സംഭവിച്ചത്. ബിഗ് ബോസിലെ പല കണ്ടസ്റ്റൻസും മുൻപന്തിയിലെത്തി, അവർക്ക് നല്ല പേരുകൾ, അവർ ഇങ്ങനെ ഉയർന്നു വരുന്നു, തൻ്റെ മകൾ ഇങ്ങനെ താന്ന് പോകുന്നു. അപ്പോൾ ഇത് തന്നെയാണ് അവർക്ക് സംഭവിച്ചത്. അതായത് ബിഗ് ബോസിൽ വിന്നർ ആകാൻ പോകുന്നത് ആരാണ്, അല്ലെ പ്രേക്ഷക സപ്പോർട്ട് പിന്തുണ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആരാണ്, കിട്ടിയിരിക്കുന്നത് ആരാണെന്ന് പുറത്തായ ശേഷം ശൈത്യ സത്യം മനസ്സിലാക്കി. റീ എൻട്രിക്ക് വന്നപ്പോൾ ശൈത്യ ആ ദേഷ്യം മുഴുവൻ എടുത്ത് തീർക്കുക ചെയ്യും. എനിക്ക് കിട്ടിയില്ല, നിനക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ദേഷ്യം മുഴുവൻ എടുത്ത് തീർക്കുന്നതാണ് അവസാന നാളുകളിൽ നമ്മൾ കണ്ടത്. ശരിയാണ്, നമുക്കറിയാം ആദിലയും നൂറയും ഒരു ഭയങ്കര വലിയ ചതിയാണ് അനുമോളോട് കാണിച്ചത്. അത് ഗെയിമാണെന്ന് പറഞ്ഞാൽ അതൊരു ഗെയിമല്ല. അവസാന സമയങ്ങളിൽ അതൊരു ഗെയിമായിട്ട് കൂട്ടണ്ട, അത് റിയലായിട്ട് നടന്നൊരു സംഭവമാണ്. റിയലായിട്ട് അവർ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഗെയിമിന് വേണ്ടി ഗെയിം പ്ലാൻ ചെയ്ത് അവർ എന്തൊക്കെയോ ചെയ്തു, പക്ഷെ അത് അനുഭവിച്ചത് ആ വ്യക്തികളാണ്. അപ്പോൾ ഇതിനൊക്കെ തിരികൊളുത്തിയത് ആരാണ്? ഈ സാധനമാണ് തിരികൊളുത്തിയത്. ബിൻസി ആദ്യം മിണ്ടാതിരിക്കുകയായിരുന്നു. ഈ സാധനമാണ് ആദ്യമേ തിരികൊളുത്തിയിട്ട് അതിനുശേഷമാണ് ബിൻസി വന്ന് ബോംബ് പൊട്ടിച്ചതാണ് രാത്രി. അപ്പോൾ ഈ സാധനമാണ് ആദ്യം ഇതിന് പ്രശ്നത്തിലേക്ക് തുടക്കിട്ടത്. അതിൻ്റെ റീസണാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് മറ്റുള്ളവർ ചെയ്യുന്ന കണ്ട എനിക്ക് വേണം എന്നുള്ളൊരു ചിന്തയാണ് ഈ സ്ത്രീക്ക് ഉള്ളത്. അത് കിട്ടാണ്ടായി കഴിയുമ്പോൾ കിട്ടുന്ന ആളോട് എങ്ങനെയെങ്കിലും അതിനെ ഇല്ലാതാക്കണം, മാനസികമായി വേദനിപ്പിക്കണം. മറ്റുള്ളവരോട് ദേഷ്യം, അസൂയം കുശുമ്പൊക്കെ ഒരു ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതൊരു റിവഞ്ചായി മാറും. ആ റിവഞ്ചാണ് കേട്ടോ നമ്മൾ അന്ന് ബിഗ് ബോസ് വീട്ടിൽ കണ്ടത്. ഇപ്പം ഇതിൻ്റെ നാവിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പക്ഷെ ഇവർ പറയുന്നത് ഇല്ല പാവമാണ്. ബാക്കി കൂടെ നമുക്ക് കേൾക്കാം, നിങ്ങൾ കേട്ടു നോക്ക്. എൻ്റെ ഉള്ളിൽ ഞാൻ കുറെ കൂടി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനി ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്നെ അതൊന്നും ഏക്കത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് നമ്മൾ കണ്ടായിരുന്നു അവസാന ദിവസം. അവിടെ ഒന്ന് പൊട്ടിക്കരഞ്ഞ് സ്ട്രോങ് ആയ ആളെ കണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് നമ്മൾ കണ്ടായിരുന്നു മോങ്ങുന്നത്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആരുടെ കൂടെ നിന്ന് കൂട്ടുപിടിച്ച് കുറച്ച് പേരൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ആ ആളെ തന്നെ ബാക്കിൽ നിന്ന് കുത്തുന്ന പരിപാടി കാണിച്ചത് ഞങ്ങളും കണ്ടു. ബാക്കിൽ നിന്ന് കുത്തുന്നത് ഞങ്ങൾ കണ്ടു. അവിടെ ഉള്ള 10-25-30 എത്ര ദിവസം ഉണ്ടായിരുന്നു, അത്ര ഉള്ള ദിവസം എന്താണ് അവിടെ ചെയ്തതെന്നും അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം പുറത്തുള്ള നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സ്വന്തം കൂട്ടുകാരിയുടെ പിന്നാലെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് നടന്ന ഒരാൾ ഒരിക്കലും വിജയിക്കരുതെന്ന് ആഗ്രഹിച്ചിട്ട് മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാരി തോൽക്കാൻ വേണ്ടിയിട്ട്, കൂട്ടുകാരി ഒന്നും പറയുന്നില്ല, കൂടെ നിന്ന ഒരാൾ. ഇനിയിപ്പോൾ ഞാൻ ആളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ആളുടെ കുറിച്ച് കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, ഓക്കെ, അറിയാമല്ലോ അനുമോള്. അപ്പോൾ കൂടെ നിന്ന് ബാക്കിൽ നിന്ന് കുത്തി നാട്ടുകാർ പിടിച്ച് പുറത്താക്കിയ ശേഷം വീണ്ടും റീ എൻട്രി, ബിഗ് ബോസിൽ അവസാന ഘട്ടത്തിൽ റീ എൻട്രി ഉണ്ടാവുന്ന സമയത്ത് ഇതിൻ്റെ ദേഷ്യവും വാശിയും എല്ലാം കയറ്റി മര്യാദക്ക് പോയിക്കൊണ്ടിരുന്ന അതിലെയും നൂറേയും അനുമോളെയും തെറ്റിച്ച് അവിടെ വിഷം കുത്തിവെച്ച് ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ മുതലാണ്. എന്നിട്ട് ഇപ്പോൾ പറയാണ് ഞാൻ ഭയങ്കര പാവാ, എൻ്റെ വീട്ടുകാരും പാവം ഞങ്ങൾ കണ്ട് എല്ലാവരുടെയും പേരിൽ കേസ് കൊടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി പാവങ്ങളാണ്. ഇതായിരുന്നു. പിന്നെ ആൾക്കാർക്ക് അറിയില്ല, ലൈക്ക് ഒരാളെ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡിൽ സോഷ്യൽ മീഡിയയിൽ റീൽസിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണുന്നത് വെച്ചിട്ടാണ് ഒരാളെ ജഡ്ജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഷോ നടന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ എന്താണ് സത്യാവസ്ഥയെന്ന്. സീരിയസ്ലി 1, 2, 3 മിനിറ്റ് അല്ല ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത്, 24/7 ആയിരുന്നു. അത് കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് പേരുണ്ട്. 24/7 ഒരു എന്താ പറയുക, ഒരു നിമിഷം പോലും വിടാത്ത ഒരാളായിരുന്നു ഞാൻ. എല്ലാ ഭാഗങ്ങളും കണ്ടിട്ടുണ്ട്. ആ കണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിട്ടുമുണ്ട്.
ഇതിൽ നിന്നൊക്കെ എപ്പോഴാണ് ശൈത്യ നിങ്ങൾ സത്യസന്ധമായി നിന്നെന്ന് എനിക്കറിയില്ല. ശൈത്യയുടെ വീട്ടുകാർ കണ്ടു എന്ന് പറയണം, പക്ഷെ നമ്മൾ ഇപ്പം കണ്ട ഇത്രയും ജനങ്ങളോ ആരും അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഈ 1.5 ലക്ഷം രൂപ PR-ന് കൊടുത്ത് ഒരാഴ്ച പിടിച്ച് നിൽക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. സീരിയസ്ലി ഗൈസ്, ഇവർക്കൊക്കെ ദേഷ്യം എന്താണെന്ന് പറയട്ടെ. ഇവർ ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരാഴ്ച പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അറിഞ്ഞൊരു കാര്യം ഉണ്ടോ എന്നിട്ട് പറയുന്നത്, ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് 1 ലക്ഷവും 2 ലക്ഷവും 5 ലക്ഷമൊക്കെ ഇവർ കൊടുത്തവരുണ്ട്. എന്നിട്ട് വീട്ടിലുള്ള പല സംഭവങ്ങൾ ശൈത്യ എന്ന് പറയുന്നില്ല കേട്ടോ, ബാക്കി കുറച്ച് പേര് എല്ലാവരും പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളാണ് വീട്ടിലുള്ള സാധനങ്ങൾ വിറ്റിട്ടും അല്ലാണ്ടും ഒക്കെ ഇവർ ഇറക്കിയിരിക്കുന്നത് ഒരാഴ്ച 2 ആഴ്ച പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ഇവർക്ക് ഇത്രയും ദിവസം താണ്ടി പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ടോപ്പ് 5 എത്താൻ പറ്റിയില്ല. അപ്പോൾ അതിന് ഫ്രസ്ട്രേഷൻ അവർക്ക് ഉണ്ടാകും, അതിന് ദേഷ്യവും വാശിയൊക്കെ ഇവർക്ക് ഉണ്ടാകും. അതാണ് അവസാന കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഇത്രയും ലക്ഷങ്ങൾ മുടക്കി, ഇത്രയും പൈസ കൊടുത്ത്, എന്നിട്ടും നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ടോപ്പ് 5 എന്നൊരു സ്വപ്നം അവിടെ ഉപേക്ഷിച്ച് പോയി. പൈസയും പോയി. ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന കൂലി ഡെയിലി വേജസ്, ഡെയിലി അല്ലായിരുന്നു, പലർക്കും വീക്ക്ലി ആയിരുന്നു. ആകെ 1-2 പേർക്ക് മാത്രമേ ഡെയിലി വേജസ് ഉണ്ടായിരുന്നുള്ളൂ, ഡെയിലി കിട്ടുന്ന എമൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ആഴ്ചയിലായിരുന്നു പൈസ കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇത്ര ആഴ്ചയിൽ പൈസയും കിട്ടുള്ളൂ, ഈ പറയുന്ന പോലെ ഇവർക്ക് പുറത്ത് ചീത്തപ്പേരുമായി. ഇതൊക്കെ ഇവർക്ക് സംഭവിച്ചത് ഇവരുടെ സ്വഭാവം കൊണ്ടാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവർക്ക് ആ ഒരു ദേഷ്യമാണ് അവർ അവസാന കാലഘട്ടങ്ങളിൽ റീ എൻട്രി വന്നപ്പോൾ തീർത്തുകൊണ്ടിരുന്നത്. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, അവനവൻ്റെ കുറവുകൾ, പലർക്കും മനുഷ്യരല്ലേ, നമ്മൾ കുറവുകളുണ്ടോ അത് ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് ശൈത്യ പറയുന്നുണ്ട്, ശൈത്യ 2-3 മിനിറ്റ് കാണുന്നതല്ല യഥാർത്ഥ ശൈത്യ എന്നുള്ളത്. 24/7 നമ്മൾ കണ്ടതാണ്. അതിനെല്ലാം അപ്പുറം പുറത്തിറങ്ങിയിട്ട് ക്യാമറയുടെ മുന്നിൽ കാട്ടിക്കൂട്ടുന്നത് നമ്മൾ കണ്ടാണ്. തിരിച്ച് വീടിനകത്ത് കയറിയിട്ട് കാട്ടിക്കൂട്ടുന്നത് നമ്മൾ കണ്ടാണ്. അവിടെയും ഇവിടെയും ഒക്കെ പറയുന്നതും തങ്ങളുടെ നാവിൽ നിന്ന് വന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടാണ്. ആദ്യം ഗെയിമായിരുന്നോ, അവസാന കാലഘട്ടങ്ങളിൽ ഗെയിമായിരുന്നോ? ആ ഗെയിം കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എന്തായാലും ശൈത്യ പറയുന്നത് ബിഗ് ബോസ് എന്ന് കാണിക്കുന്നത് മാത്രമല്ല യഥാർത്ഥ ഷോ, അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന്. എന്നാൽ പിന്നെ അത് തുറന്ന് പറയുന്നേ, ബിഗ് ബോസ് എന്നെ കൊണ്ടുപോയി, എന്നെ വലിച്ചു കീറി നശിപ്പിച്ച്, ബിഗ് ബോസ് എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് ബിഗ് ബോസ് ആണെന്ന് പറ. അതെന്താ പറയാത്തേ? ബിഗ് ബോസിൻ്റെ ഫെയിം വേണം. ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു ഷോയും കിട്ടില്ല, ബിഗ് ബോസിൻ്റെ ഫെയിം വേണ്ടിയിട്ടാണ് നിന്നത്. ബിഗ് ബോസിൻ്റെ ഫെയിം കിട്ടി, അവിടെ പോയി അതൊക്കെ വെല്ലുവിളിയായിട്ട് എടുത്ത് തരണം ചെയ്ത് പോണായിരുന്നു. എന്നിട്ടിപ്പോൾ പറയാം ബിഗ് ബോസ് എന്നെ വിറ്റു, അല്ലെങ്കിൽ ബിഗ് ബോസ് എനിക്ക് പണി തന്നു, ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നടക്കുന്നതെല്ലാം സത്യമല്ലെന്നല്ല ഇവർ പറയുന്നത്. അല്ല, ഇവർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഇതാ കേട്ടോളൂ. ഷാരൂന് അറിയാലോ, ബിഗ് ബോസിനും സ്ക്രിപ്റ്റ് ഉണ്ട്. ആ ബിഗ് ബോസ് അവര് ഓരോരുത്തരെയും ക്യാരക്ടറൈസ് ചെയ്ത് പുറത്തേക്ക് വിടുന്നത് ലൈക്ക് ഒരു നായകൻ, നായിക, അല്ലെങ്കിൽ ചേച്ചി ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കാത്തോണ്ട് വില്ലത്തി ആക്കി അവരെന്നെ ആ ഒരു ക്യാരക്ടറിലേക്ക് അങ്ങ് മാറ്റി. നായിക ഉണ്ടായിരുന്നു, നായകനുണ്ടായിരുന്നു. ചിന്തിച്ചാൽ മനസ്സിലാവും ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ശൈത്യ പറയണത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ സ്ക്രിപ്റ്റഡ് ആണെന്ന്. ലാലേട്ടൻ എപ്പോഴും അത് പറയുന്ന ഒരു കാര്യമാണ്, സ്ക്രിപ്റ്റഡ് അല്ല. അവിടെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞ സ്ക്രിപ്റ്റഡ് അല്ല. അവിടെ പോയി മത്സരിച്ച ഒരു കണ്ടസ്റ്റന്റ് വന്ന് ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ പറയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ സ്ക്രിപ്റ്റഡ് ആണെന്ന്. ഷോ സ്ക്രിപ്റ്റഡ് ആണോ ഗൈസ്? ഏതൊരു ഷോയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റ് ഇതിലുണ്ട്. നായകനുണ്ട്, നായികയുണ്ട്, വില്ലനുണ്ട്, വില്ലത്തി ഉണ്ടെന്ന്, എന്നെ വില്ലത്തി ആക്കിയെന്ന്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിട്ടാണോ അങ്ങനെ ശൈത്യം ചെയ്തത്? ബാക്കിൽ നിന്ന് കുത്തിയതും അല്ലെങ്കിൽ കട്ടപ്പ എന്നൊരു റോള് ചെയ്യണം എന്ന് ബിഗ് ബോസ് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ക്രൂ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ കൺഫെഷൻ റൂമിൽ വിളിച്ച് ശൈത്യം എടുത്ത് പറഞ്ഞു ഇങ്ങനെ ചെയ്യണം എന്ന്? എന്നാൽ അതുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞു വാ. ശൈത്യം ഇപ്പം ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ സ്ക്രിപ്റ്റഡ് ആണ്, നായകനുണ്ട്, നായികയുണ്ട്, നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും എന്നൊക്കെ. ശരി, ആലോചിച്ച് നോക്കിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ശൈത്യ പറ, ശൈത്യയുടെ ഇങ്ങനത്തെ ഒരു റോള് അഭിനയിക്കാൻ ബിഗ് ബോസ് പറഞ്ഞിരുന്നു സ്ക്രിപ്റ്റിൽ? ശൈത്യയുടെ റോള് വില്ലത്തിയായിരുന്നു, അല്ലെങ്കിൽ കട്ടപ്പയായിരുന്നു, ബിഗ് പിന്നിൽ നിന്ന് കുത്തുന്ന റോള്, അങ്ങനത്തെ ഒരു റോളാണ്, നല്ല റോളാണ്, അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണോ വീട്ടിലേക്ക് കയറിപ്പോയത്? അത് ഓട്ടോമാറ്റിക്കലി വരുന്നതല്ലേ, ഇതൊരു ഗെയിമാണ്. അവിടെ പോകുന്ന ഓരോ കണ്ടസ്റ്റൻറ്റും എനിക്ക് മനസ്സിലായിട്ടുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരാർത്ഥികളോട് മത്സരിക്കുന്നത്. ശരിയാണ്, മത്സരിക്കുന്ന കണ്ടസ്റ്റൻസിനോട് തന്നെയാണ് മത്സരിക്കേണ്ടത്, ശരിയാണല്ലോ പറയുന്നത്. പക്ഷെ അതിനെല്ലാം അപ്പുറം ഇത് ബിഗ് ബോസിൻ്റെ സ്ക്രിപ്റ്റാണ്, അല്ലെങ്കിൽ പുറത്ത് പ്രേക്ഷകർ കാത്തിരിക്കുന്ന കണ്ടന്റ് ബിഗ് ബോസിന് കൊടുക്കണം. അതിനുവേണ്ടി ബിഗ് ബോസ് എന്ത് കളിയും കളിക്കും. നിങ്ങൾ കളിക്കേണ്ടത് ബിഗ് ബോസിനോടാണ്. അങ്ങനെ കളിച്ചിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ചീത്തപ്പേരെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. അറ്റ്ലീസ്റ്റ് ചീത്തപ്പേരിലാണ്ട് പുറത്തിറങ്ങാൻ പറ്റിയാൽ.
ബിഗ് ബോസിന് തീരുമാനിക്കാം ആര് പുറത്താക്കണം ആര് പുറത്താക്കണ്ട, വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആരുടെ നല്ല നല്ല കാര്യങ്ങൾ ഔട്ട് ചെയ്യണം, ഏതൊക്കെ നല്ല കാര്യങ്ങൾ ഔട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ ബിഗ് ബോസിനും ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സിനും തീരുമാനിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലാക്കി നിങ്ങൾ കളിച്ചിരുന്നെങ്കിൽ ഇപ്പം കിടന്ന് മാക്രി മോങ്ങുന്ന പോലെ മോങ്ങണ്ടായിരുന്നു. ഇതൊക്കെ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ ഉള്ളിൽ പോയി കളിച്ചുകൊണ്ട് പറ്റിയതാണ്. ചിന്തിക്കേണ്ടിയിരിക്കുന്നത് പോലും എന്റെ പേര് രജിസ്റ്റർ അല്ലായിരുന്നു. പല ഷോസിനകത്തും പല ചാനൽസിലും പല പല പേരുകളായിരിക്കും. പക്ഷേ ഇന്നിപ്പം മലയാളികൾക്ക് ശൈത്യ എന്ന് പറയുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്, എന്റെ പേര് എടുത്തു വിളിക്കുന്നുണ്ട്. ഞാൻ പുറത്തു പോകുമ്പോഴാണെങ്കിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പേര് സംസാരിക്കാറുണ്ട്, എന്റെ പേരെടുത്ത് വിളിച്ച് സംസാരിക്കും, കുഞ്ഞു പിള്ളേരാണെങ്കിൽ പോലും. അതെനിക്ക് ഭയങ്കര പ്രൗഡാണ്. ബിഗ് ബോസ് ആണ് എനിക്ക് ആ ഒരു കാര്യം സമ്മാനിച്ചത്. എൻ്റെ ഉള്ളിൽ ഞാൻ കുറെ കൂടി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇനി ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്നെ അതൊന്നും ഏക്കത്തില്ല എന്നുള്ള. ഞാൻ ചോദിക്കട്ടെ ഗൈസ്, ഇതിനകത്ത് ശൈത്യ എന്ന് പറയുന്ന വ്യക്തി എന്ത് കണ്ടന്റാണ് തന്നിട്ടുണ്ട്? അവസാനം പുറത്തായ ശേഷം റീ എൻട്രിക്ക് വന്നപ്പോൾ എന്തൊക്കെയോ കണ്ടന്റ് കൊടുത്തു. അല്ലാതെ ബിഗ് ബോസ് ഉള്ള സമയത്ത് ഈ ഒരു ലേഡി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് കണ്ടന്റ് അവൾ കൊടുത്തുകൊണ്ടിരുന്നത്? ഒരു കുന്തവും ചെയ്തിട്ടില്ല. വെറുതെ മൂട് താങ്ങി നടന്ന് അവസാനം പിന്നിൽ നിന്ന് കുത്തിയിട്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് അതിപ്പോൾ കുറ്റം ബിഗ് ബോസിന്. പിന്നെ അമൃത TV-യിൽ അവിടെ നമ്മൾ കണ്ടാണല്ലോ ഇവരുടെ രണ്ടാളുടെ സ്വഭാവം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രൈസ് വേണ്ട, നമുക്ക് ഫസ്റ്റ് എവിടെ പോയാലും ഫസ്റ്റ് വേണം. ഫസ്റ്റ് എന്നാൽ പിന്നെ അതിനുള്ള കഴിവില്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. അതും ആരോ വന്നു, കൊറിയർ വന്നാണ് ഗൈസ്. അപ്പോൾ ഗുരുമന്ത്രയിൽ ഓർഡർ ചെയ്തിട്ടുള്ളവരുടെ എല്ലാ കൊറിയറും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും വീട്ടിലേക്ക് പ്രൊഡക്റ്റുകൾ എത്തുന്നതായിരിക്കും. ഹാപ്പി ആയില്ലേ എല്ലാവരും? അപ്പോൾ നമുക്ക് തിരിച്ച് വീഡിയോയിലേക്ക് വരാം. അങ്ങനെ ഇപ്പോൾ ശൈത്യ പറയുന്നത് എല്ലാം നമ്മളെ തോന്നലാണ്, ശൈത്യ അങ്ങോട്ട് പുണ്യാണത്തിയാണെന്ന്. ചിന്തിക്കേണ്ടിയിരിക്കുന്നത് പോലും എന്റെ പേര് രജിസ്റ്റർ അല്ലായിരുന്നു. പല ഷോസിനകത്തും പല ചാനൽസിലും പല പല പേരുകളായിരിക്കും. പല ഷോയിലും പല പല പേരുകളാണ്. ആ പല പല പേരിലാണ് ഇവർ പോയി മത്സരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പം മലയാളികൾക്ക് ശൈത്യ എന്ന് പറയുമ്പോൾ പറ്റുമല്ലോ അമ്മാതിരി കാട്ടായങ്ങളല്ലേ അവിടെ പോയി കാണിച്ചത് വിളിക്കുന്നുണ്ട്. ഞാൻ പുറത്തു പോകുമ്പോഴാണെങ്കിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പേര് സംസാരിക്കാറുണ്ട്. പുറത്തോട്ട് പോകുമ്പോ എന്റെ പേരെടുത്ത് വിളിച്ച് സംസാരിക്കും, കുഞ്ഞു പിള്ളേരാണെങ്കിൽ പോലും. കുഞ്ഞു പിള്ളേരാണെങ്കിൽ പോലും ഞാൻ പോകുന്ന കണ്ടെടുത്ത് കല്ലെറിയൊന്ന്. അതെനിക്ക് ഭയങ്കര പ്രൗഡാണ്. ബിഗ് ബോസ് ആണ് എനിക്ക് ആ ഒരു കാര്യം സമ്മാനിച്ചത്. എൻ്റെ ഉള്ളിൽ ഞാൻ കുറെ കൂടി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇനി ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്നെ അതൊന്നും ഏക്കത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. കാണിക്കാവോ? അത് ആക്ച്വലി അനുമോൾക്ക് കപ്പ് കിട്ടിയതിന്റെ ബേസിലോ അല്ലെങ്കിൽ അവൾക്ക് ഫസ്റ്റ് വന്നതിന് എനിക്ക് അസൂയ തോന്നിയിട്ടോ അങ്ങനെയൊന്നുമില്ല. ഇവക്ക് അസൂയാണ് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത്. ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്നത് 2 ദിവസത്തെ ഷൂട്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഡേ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുറെ പെർഫോമൻസസ് ഉണ്ടായിരുന്നു, സ്കിറ്റ് ഉണ്ടായിരുന്നു. ആ സ്കിറ്റില് അതായത് എനിക്ക് ഭയങ്കര എന്നെ ഹേർട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്ന എന്നെയും എൻ്റെ ഫാമിലിനെയും അത്രയും നന്നായിട്ട് അറിയാവുന്ന ആയിരുന്ന ആളുകളെല്ലാവരും കൂടി ചേർന്നിട്ടൊരു സ്കിറ്റ് ചെയ്തു. ആ സ്കിറ്റിൽ എന്നെ ഭയങ്കര മോശമാക്കണ രീതിയിൽ, എന്നെ അത്ര നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ മറ്റേ ബാഹുബലിയുടെ സീനൊക്കെ സ്ക്രീനിൽ പ്ലേ ചെയ്തിട്ട് എൻ്റെയും അനുവിൻ്റെയും ഫോട്ടോ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ആ ഒരു ഇമോജി അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു കട്ടിങ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ കണ്ണെല്ലാം നിറഞ്ഞിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത്രയും എന്നെ വലിച്ചേറും. ഞാൻ എന്ത് ചെയ്തിട്ട് കൂട്ട് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പോലും നോക്കാതെ കുറേ പേര് വന്നിട്ട് എന്നെ ബാക്കിൽ തട്ടിയിട്ട് പോട്ടടാ കുഴപ്പമില്ല അവരെന്തെങ്കിലും കാണി. അപ്പം നമ്മൾ മാത്രമല്ല, 8ാം ക്ലാസ് മുതൽ പരിചയമുള്ളവരും കട്ടപ്പാന്ന് വിളിച്ചു. നമ്മൾ വിളിച്ചപ്പോൾ കേസ് കൊടുത്തു. കുറച്ച് നേരത്തെ അല്ലേ പറഞ്ഞു ഞാൻ ഭയങ്കര ബോൾഡായി പുറത്തിറങ്ങിയ ശേഷം ഒരുപാട് സൈബർ ബുള്ളിങ് കിട്ടി, നേരിട്ടു. അത് കഴിച്ച് ഞാനിപ്പോൾ പിന്നീട് ഞാൻ ഹീലായി ഓക്കെ ആയി, ഞാൻ ഭയങ്കര ബോൾഡായി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്കിറ്റിൽ ആ ഒരു ഇമോജി കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ നേരത്തെ ബോൾഡായി എന്ന് പറഞ്ഞത് ഇല്ല അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ സ്ക്രീനിൽ ഒന്ന് നോക്കിയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ നേരെ സ്റ്റേജിലേക്ക് നോക്കി ഞാൻ ഇങ്ങനെ ഒരു ഇരിപ്പിരുന്നു. നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചു. പിന്നെ
ഇതിൽ ശൈത്യ എടുത്തു പറയുന്ന ഒരു കാര്യം കേട്ടോ. ശൈത്യ ഇതിനകത്ത് അവിടെ അങ്ങനെ ഒരു ഇരുന്നിരിപ്പ് ഇരുന്നില്ല, ഇങ്ങനെ ഷോക്കായിട്ട്. ആ ഇരിപ്പ് ശൈത്യക്ക് ചെറുപ്പം മുതലേ അറിയുന്നവർ ശൈത്യനെ വളരെ മോശമായിട്ട് കാണിച്ചിട്ട് കൂടെയുള്ളവർ പോലും ശൈത്യനെ ആശ്വസിപ്പിച്ചു. അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ശൈത്യയുടെ ക്ലിപ്പും അനുമോളുടെ ക്ലിപ്പും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ട് വളരെ മോശമായിട്ട് ശൈത്യനെ കാണിച്ചു. അപ്പോൾ അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ധൈര്യം കാണിച്ച് ഇരിക്കുന്ന ഇരിപ്പാണ് അവർ കട്ട് ചെയ്ത് വെച്ചിരുന്നത്. ബിഗ് ബോസ് കട്ട് ചെയ്ത് വെച്ചത്, അതായത് ബിഗ് ബോസ് ശൈത്യയെ അപ്പോഴും ചതിച്ചു എന്ന്. ഇത് ഞാൻ പറയുന്നതല്ല, ശൈത്യ പറയുന്നതാണ്. നമുക്ക് ആ വാക്കുകളോടുകൂടി ശൈത്യയുടെ നാവിൽ നിന്നും കേൾക്കാം. എനിക്കതൊന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് അത് സന്തോഷം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു. ആ ഇരിപ്പാണ് അവിടെ അനുമോക്ക് പ്രൈസ് കിട്ടിയ സമയത്ത് അത് കൊണ്ട് കട്ട് ചെയ്തു. അത് കട്ട് ചെയ്ത് ലാസ്റ്റ് സമയത്ത് പോലും എന്നെ വെറുതെ വിട്ടില്ല അവര്. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതാണ് സംഭവം ആക്ച്വലി. അല്ലാതെ അനുവിന് ഫസ്റ്റ് കിട്ടിയാലും അനീഷേട്ടന് ഫസ്റ്റ് കിട്ടിയാലും ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർക്ക് ഫസ്റ്റ് കിട്ടിയാലും എനിക്ക് ഒരു പ്രശ്നമില്ല. നമ്മളെല്ലാവരും ഫാമിലി പോലെ തന്നെയായിരുന്നു. പുറത്തിറങ്ങിയാലും നമ്മൾ ഫാമിലി പോലെ തന്നെയായിരുന്നു. അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രൈസ് കിട്ടത്തോളം നമുക്കറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ ശൈത്യ സ്വയം വെള്ള പൂശാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ശരിയാണ്, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ, ബിഗ് ബോസ് എന്നല്ല വേറെ ഏത് ഷോ ആണെങ്കിലും ചില എഡിറ്റിംഗ് ഉണ്ടാവും, നരേറ്റീവ് ഉണ്ടാവും. കട്ട് ചെയ്തിട്ടായിരിക്കും പല കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുന്നത്. അതൊക്കെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇപ്പോൾ നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കാണെങ്കിലും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സാധാ പ്രേക്ഷകർക്കാണെങ്കിലും അറിയാം. ഒരു ഷോ നമ്മുടെ മുന്നിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എഡിറ്റിംഗ് നടക്കണം. എഡിറ്റിംഗ് നടത്തി ഇടേണ്ട കാര്യങ്ങൾ ഇടും. പ്രേക്ഷകരെ ഒരു ഷോയുടെ മുന്നിൽ പിടിച്ചിരുത്തണം എന്നുള്ളത് മാത്രമാണ് അൾട്ടിമേറ്റ് അവരുടെ മനസ്സിൽ. അല്ലെങ്കിൽ ഈ ഷോയുടെ ഡയറക്ടറുടെ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ഈ ഷോ നടത്തുന്ന ഈ ഷോയുടെ ക്രൂടെ അതിൽ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് പ്രേക്ഷകരെ ഷോയുടെ മുന്നിൽ പിടിച്ചിരുത്തണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അവർ കട്ടിങ്ങും എഡിറ്റിങ്ങും ഒക്കെ നടത്തും. ശരിയാണ്. ഇതിൽ ശൈത്യ പറയുന്നത് ശൈത്യയെ ബലിയേടാക്കി എന്നാണ്. നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റിനെ വാല്യൂ ചെയ്യാൻ പാടില്ല, സമ്മതിച്ചു. പക്ഷെ മൊത്തം നെഗറ്റീവ് കാണിക്കോ ശൈത്യയുടെ എന്താണ്? അപ്പോൾ ശൈത്യയോട് ഇത്രമാത്രയ്ക്ക് ദേഷ്യം ബിഗ് ബോസിന് തോന്നേണ്ട ആവശ്യം എന്താണ്? ശൈത്യയോട് മാത്രം തന്നെ ബിഗ് ബോസിന് ഇത്ര ദേഷ്യം തോന്നണം? എന്നാൽ അതും കൂടി പറയാ ശൈത്യ. സി ഗൈസ്, ഇത് യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. ബിഗ് ബോസിനെ സംബന്ധിച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണ്ടന്റ് കിട്ടി. പ്രത്യേകിച്ച് ബിഗ് ബോസിന് പണി കൊടുക്കേണ്ടി വന്നില്ല. പുള്ളിക്കാരിയുടെ സ്വഭാവം കാണിച്ചപ്പോൾ ബിഗ് ബോസ് മനസ്സിലായി ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റീച്ച് കിട്ടുന്നത്. ബിഗ് ബോസ് അങ്ങനെ ശൈത്യനെ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങോട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കി. അല്ലെങ്കിൽ അത് ശൈത്യ പോലും അറിയാതെ അതിനകത്ത് അങ്ങോട്ട് അഭിനയിക്കാതെ ജീവിക്കുകയോ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. പിന്നെ ശൈത്യ പറയുന്നുണ്ട് ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. 2 ദിവസത്തെ ഷൂട്ടായിരുന്നു, 2 ദിവസം ഓരോ ഡ്രസ്സ് കേട്ടോ. ഓക്കെ ശരി, 2 ദിവസത്തെ ഷൂട്ടായിരുന്നു. ആ ഒരു ഇരിപ്പാണ് ഇരുന്നത്. അനുമോൾക്ക് കപ്പ് കിട്ടുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കുണ്ടാവുമല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ടുന്നവർക്ക് കിട്ടണമെന്നുണ്ടാവുമല്ലോ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. ആർക്ക് വേണ്ടി? സി ഗൈസ്, നമ്മൾ കണ്ടതല്ലേ എന്താണ് സംഭവം എന്നുള്ളത്. അനുമോൾക്ക് കപ്പ് കിട്ടി അനുമോളുടെ കൈ പൊക്കുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് പോയി. ശൈത്യ എന്ന് പറയുന്ന വ്യക്തി ഒഴിച്ച് ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവസാനമാണ് ശൈത്യ എഴുന്നേക്കുന്നത്. എല്ലാവരും എഴുന്നേറ്റല്ലോ എന്നുള്ള പേരിൽ അനുമോള് കപ്പ് മേടിക്കുന്ന സമയത്ത് ശൈത്യയുടെ മുഖം എന്താണ് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നിട്ട് ശൈത്യ പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നമ്മളിപ്പോൾ നല്ല ഫ്രണ്ട്സാണ്, നമ്മളെല്ലാവരും കമ്പനിയാണ്, നമ്മളെല്ലാവരും കൂട്ടാണ്, ആർക്ക് കിട്ടിയാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, മത്സരിക്കാൻ പോയതല്ലേ ഒരാൾക്കല്ലേ കിട്ടുള്ളൂ എന്ന് ഈ ബോധം എപ്പോഴാണോ ഉണ്ടായത്? എൻ്റെ പിള്ളേർ വെള്ള പൂശാൻ വേണ്ടി പല കാര്യങ്ങളും ഡ്രമാറ്റിക് ആയിട്ട് നടത്തുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വെള്ള പൂശുന്നതായിട്ട് തോന്നുന്നില്ലേ? ചില കാര്യങ്ങൾ ശൈത്യ പറഞ്ഞത് ശരിയാണ്, സമ്മതിച്ചില്ലെന്നൊന്നും പറയുന്നില്ല. അതിലൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ സ്ക്രിപ്റ്റഡ് ആണ്. അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അവരുണ്ടാക്കുന്നുണ്ട്. മൊത്തം സ്ക്രിപ്റ്റഡ് ആണെന്നല്ല കേട്ടോ. ചില കട്ടിങ്ങും എഡിറ്റിങ്ങും നരേറ്റീവ് ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാകും. ഒരു ഷോ ആകുമ്പോൾ അതൊക്കെ ഉണ്ടാകും, അത് നമ്മൾ സമ്മതിച്ചു. എന്നാൽ അതിനകത്ത് എല്ലാം തന്നെ ശൈത്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വില്ലത്തിയായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ അത് റിയൽ ക്യാരക്ടറാണ്. ബിഗ് ബോസ് പറഞ്ഞ് സ്ക്രിപ്റ്റ് കൊടുത്ത് അഭിനയിപ്പിച്ചൊന്നും അല്ലല്ലോ ശൈത്യ. നിങ്ങളുടെ റിയൽ ക്യാരക്ടർ അല്ലേ കാണിച്ചുകൊണ്ടിരുന്നത്. അത് ബിഗ് ബോസ് കട്ട് ചെയ്ത് ഇടേണ്ട സമയത്ത് ഇടേണ്ട പോലെ ഇട്ടു. അത് പ്രേക്ഷകർ സ്വീകരിച്ചു. അത് പ്രേക്ഷകരുടെ റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലും പതിരും തിരിച്ചറിഞ്ഞ് അവർ വേർതിരിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് ഒരു വിന്നർ അവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ വിജയിപ്പിക്കാനായിട്ട് നോക്കിയത് ഒരു വ്യക്തിയാണ്. അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം അവിടെ ട്രൈ ചെയ്തു. പക്ഷേ
എന്താ പറയുക, വിധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന്, പക്ഷേ സാധാരണ ജനങ്ങളുടെ മനസ്സിലെ ശരി എന്ന് പറയുന്നതാണ് യഥാർത്ഥ ശരി. ആ ശരിയിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം. ആ കടമ്പകൾ കടന്നിട്ടാണ് ഒരു വ്യക്തി ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 കപ്പ് ഉയർത്തിയിരിക്കുന്നത്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും പലർക്കും ബുദ്ധിമുട്ടുണ്ട്. റിയൽ വിന്നർ ഇതാണെന്നൊക്കെ പറഞ്ഞ് വരുന്നു. ഓക്കെ, അവരുടെ മനസ്സിൽ വിന്നർ അതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ സ്വീകരിച്ചോളൂ. പക്ഷേ ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് പറയുന്ന ചരിത്രത്തിൽ എഴുതപ്പെട്ട പേര് അനുമോളുടെ പേരാണ്. അത് മാറ്റാനായിട്ട് ഇതുപോലെ വന്ന് മോങ്ങിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, അത് മാറാനൊന്നും പോകുന്നില്ല. അതിപ്പോൾ ശൈത്യനല്ല കേട്ടോ പറഞ്ഞു, ശൈത്യ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. വളരെ സന്തോഷം എന്ന് മാത്രമേ പറയുന്നത്. പക്ഷേ സന്തോഷ കണ്ണീരാണ് ഗൈസ് നമ്മൾ അന്ന് കണ്ടത്. ബിഗ് ബോസ് സീസൺ 7 ശൈത്യയുടെ പേരും എഴുതപ്പെട്ട ഒരു കണ്ടന്റ് തന്നെയാണ്. ഇനി ആരും മറക്കില്ല. സീസൺ 4 റോബിനും ജാസ്മിനും നമ്മൾ മറക്കുമോ? ജാസ്മിനെ ഓർക്കുമോ? റോബിനെ ഓർക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജാസ്മിനെ ഓർക്കും. അത് ഒരു രസമായിരുന്നു അവരുടെ കണ്ടന്റ്. അതേപോലെ തന്നെ അത്തരത്തിലല്ല കേട്ടോ ഇത് അനുമോളുടെയും ശൈത്യയുടെയും പിന്നിൽ നിന്നും കുത്തിയ ആ സ്റ്റോറി നമ്മൾ എത്ര സീസൺ കഴിഞ്ഞാലും ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവർ മറക്കുമോ? ഇല്ല. അപ്പോൾ ശൈത്യയുടെ പേരും സീസൺ 7 എഴുതപ്പെട്ടത് തന്നെയാണ് ശൈത്യ. ബോസിൽ പോയിട്ടുള്ള പലരും പറയുന്നത് അവിടെ എങ്ങനെ നടക്കുന്നു, ഇവിടെ എങ്ങനെ നടക്കുന്നു. ശരിയാണ്, ഒരു സൈഡ് മാത്രം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ സത്യമാണെന്ന് പറയാൻ പറ്റില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നു മാത്രം. അവിടെ പോയവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടുകളും അവർ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അവർക്ക് മനസ്സിലാവുള്ളൂ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ കണ്ട കാര്യം ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷെ നമ്മൾ കണ്ട കാര്യം അതല്ലായിരുന്നു ശരി എന്ന് പറയുമ്പോൾ എന്നാൽ എന്തായിരുന്നു ശരി എന്നുകൂടിയും ചൂണ്ടിക്കാണിക്കണ്ടേ? ശരിയല്ല എന്ന് പറയുമ്പോൾ ശരി എന്താണ് എന്നുകൂടിയും കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഉണ്ട് അല്ലേ? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ ഒരു ഡ്രമാറ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നാട്ടുകാരുടെ മുന്നിൽ എന്തോ കാണിക്കാൻ വേണ്ടിയിട്ട്, വെള്ളപൂശാനോ എന്തൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രമാറ്റിക് ഇവർ പ്ലാൻ ചെയ്ത് എത്തിക്കുന്ന കുറച്ച് സംഭവങ്ങൾ. അതിൽ ശൈത്യ വലിയ നല്ലതായിരുന്നു എന്ന് കാണിക്കാൻ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പറയൂ പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ കണ്ണുകൊണ്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കണ്ട കാര്യങ്ങൾ തെറ്റാണ്, ശരി അതല്ല എന്നിവർ വന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പറയും. ഇതൊരു പബ്ലിസിറ്റി മൂവ് അല്ലേ? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇനി ഗുരുമന്ത്ര അപ്ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുമന്ത്രയിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് പേരുകൾ എൻക്വയറീസ് വരുന്നുണ്ട്. അവരെല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞു വെബ്സൈറ്റിൻ്റെ കാര്യം. ഗൈസ്, വെബ്സൈറ്റ് തുടങ്ങാൻ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. വെബ്സൈറ്റിലൂടെ നമ്മളൊരു പ്രോഡക്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് പ്രോഡക്റ്റ് എത്തും. ശരിയാണ്, എനർജൈസ് ചെയ്തൊക്കെ തന്നെയായിരിക്കും എത്തുക. പക്ഷെ ഞാൻ എൻ്റെ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ള ഓരോരുത്തർക്കും അറിയാം നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി ഞാനത് നോട്ട് ചെയ്ത് ഇതേപോലെയുള്ള സ്ലിപ്പുകളാക്കി ഇത് നിറച്ചും നിങ്ങൾ എന്നോട് ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അത്തരം പേർപ്പസാണ്. കണ്ടോ, ഇതൊക്കെ ഓരോന്നും നിങ്ങൾ എന്നോട് ഞാനുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തർ എന്നെ വിളിക്കുന്നു, എന്നോട് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നു. അതിനുശേഷം വാട്സപ്പിൽ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി ഇതേപോലെ എല്ലാം സ്ലിപ്പാക്കി ഞാൻ നോട്ട് ചെയ്ത് വെക്കും. റേക്കി എനർജൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും കൂടി അതിൽ പറഞ്ഞ് നമ്മൾ എനർജൈസ് ചെയ്തിട്ടാണ്. നോർമൽ എനർജൈസിങ് അല്ല കേട്ടോ, റേക്കി എനർജൈസിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഓരോ പ്രോഡക്റ്റുകളും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ശരിയാണ്, പ്രോഡക്റ്റുകൾ വിറ്റു പോകുമായിരിക്കും. ഗുരുമന്ത്രയിൽ നിന്നും ഓരോ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളവർക്കും അറിയാം നമ്മൾ എത്രത്തോളം സിൻസിയർ ആയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നിങ്ങളോട് ആത്മാർത്ഥമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആവണമെന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തൊട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റ് അല്ലാണ്ട് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ഉണ്ട്, അതേപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി. പലർക്കും ആ ഒരു ടൈമിൽ തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി വെച്ചത്. നിങ്ങൾ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തോളൂ, എനർജൈസ് ചെയ്ത് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ നിങ്ങൾ പൈസ കൊടുത്താൽ മതി. അതും ഗുരുമന്ത്രയിൽ അവൈലബിൾ ആണ്. പിന്നെ കുറേ പേര് എന്നോട് പറയുന്നത് അവർക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഫിനാൻഷ്യലി ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കത് വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട, എന്നോടത് പറഞ്ഞാൽ മതി, നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ കുറച്ച് പേര് എൻ്റെ അടുത്ത് വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് വളരെ തുച്ഛമായ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആരും വിഷമിക്കേണ്ട കേട്ടോ. പൈസ കുറവാണ്, പൈസ ഇല്ല എന്നുള്ള പേരിൽ ആരും വിഷമിക്കൊന്നും വേണ്ട, എന്നോട് പറഞ്ഞാൽ മതി കാര്യം. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഗുരുമന്ത്രയിൽ നിന്നും മേടിക്കുന്ന ഓരോ പ്രോഡക്റ്റും എനർജൈസ് ചെയ്ത്
നോർമൽ എനർജൈസിങ് അല്ല കേട്ടോ, എനർജൈസ് ചെയ്തതിന് ശേഷം റേക്കിയും കൂടി എനർജൈസ് ചെയ്തിട്ടാണ് നമ്മൾ തരുന്നത്. അതായത് ഡബിൾ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയാം. അത്തരം ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അത്തരം ഒരു പവർ എടുത്തിട്ടാണ് നിങ്ങളിലേക്ക് ഓരോ പ്രൊഡക്റ്റിൽ എത്തുന്നത്. റേക്കി എനർജൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേക്കിയെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാം, ഒരു ചുമ്മാ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല റേക്കി എനർജൈസിങ് എന്ന് പറയുന്നത്. അതിൻ്റെ പവർ എന്താണെന്നുള്ളത് നിങ്ങളത് ചെയ്തിട്ട് നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. നോർമൽ ഇപ്പോൾ പലരും കാണിക്കുന്നുണ്ട് എനർജൈസ് ചെയ്തിട്ട് തരുന്നു എന്ന്. ഗൈസ്, എനർജൈസ് ചെയ്യുക എന്ന് പറയുന്നത് ആ എനർജൈസ് നമ്മളും ചെയ്യുന്നതാണ്. തലേ ദിവസം നമ്മളും ചെയ്യുന്നതാണ് ആ എനർജൈസിങ്. അത് കഴിഞ്ഞിട്ടാണ് റേക്കി എനർജൈസിങ്ങിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു സ്റ്റെപ്പ് എനർജൈസിങ് മാത്രം ചെയ്തിട്ടല്ല നമ്മൾ തരുന്നത്. നമ്മൾ റേക്കി ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലി ഓരോ ഇതെടുത്തിട്ട് ഇതുപോലെ സ്ലിപ്പിലാക്കി നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഇന്ന റീസൺ ആണ് വിപിത എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ച് അത് റേക്കി എനർജൈസ് ചെയ്യുമ്പോൾ അതും കൂടി ആഡ് ചെയ്ത് ഈ സ്ലിപ്പ് ഞാൻ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ആയില്ല, ഷിപ്പിംഗ് അയച്ച ശേഷം ഇതൊക്കെ കളയല്ല, ഇതേപോലെ ബോക്സിലാക്കി ഞാൻ സൂക്ഷിച്ച് വെക്കുകയാണ്. അത് വിഷ് ബോക്സിൽ, റേക്കിയുടെ വിഷ് ബോക്സിൽ വെച്ച് പ്രേ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രേ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരെണ്ണം പോലും ഞാൻ മിസ്സാക്കിയിട്ടില്ല. ഈ 2 ആഴ്ചത്തോളം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് പ്രേ ചെയ്യും. ഇപ്പോൾ വിഷ് ബോക്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാനായിട്ട് നമ്മൾ പ്രേ ചെയ്യും. നമ്മൾ ഓരോരുത്തരും പറയുന്നൊരു കാര്യമാണ്. അതിലൊന്നും ഒരു മാറ്റവും നമ്മൾ വരുത്തില്ല. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ. നമ്മളെ വിളിച്ചിട്ട് റേക്കി എനർജൈസിന് ഇന്നൊരു കാര്യം നടക്കുന്നുണ്ട്, നമ്മളോട് പറഞ്ഞാൽ മതി, നമ്മൾ അത് എനർജൈസ് ചെയ്യാം. നിങ്ങളെ തന്നെ എനർജൈസ് ചെയ്യാം. അത് റേക്കി എനർജൈസിങ് എന്താണെന്ന് അറിഞ്ഞവർക്ക് അറിയാൻ പറ്റും ഇത് എന്തുകൊണ്ടാണെന്നുള്ളത്. ഒന്നും വേണ്ട, ഒരു ഗൂഗിൾ ചെയ്ത് നോക്കുക എന്താണ് റേക്കി എനർജൈസിങ് എന്നുള്ളത്. ആ എനർജൈസിങ് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അതിൻ്റെതായ ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചുമ്മാ ഒരാൾക്ക് എനർജൈസ് ചെയ്യാൻ പറ്റില്ല. റേക്കി എനർജൈസിങ് പറ്റും, നോർമൽ എനർജൈസിങ് എല്ലാവർക്കും പറ്റും. പക്ഷേ റേക്കി എനർജൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ പവർ ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ ഗൈസ്. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോയുടെ മുന്നിൽ ഇത്ര ആൾക്കാരുടെ മുന്നിൽ വന്ന് റേക്കി എനർജൈസിനെ കുറിച്ച് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം നമ്മളിലുണ്ട് അല്ലെങ്കിൽ നമുക്ക് പറ്റും എന്നുള്ള അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഗൈസ് ഞങ്ങളൊന്ന് പറയുന്നത്. അപ്പോൾ ഞാനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം എന്താണ് നമ്മളിവിടെ ഗുരുമന്ത്രയെ ചെയ്യുന്നതെന്നുള്ളത്. പൂർണ്ണമായും നിങ്ങൾക്ക് ഗുരുമന്ത്രയെ വിശ്വസിക്കാം. നിങ്ങളുടേതായ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും കൂടി കുറേ പേര് പറയുന്നു കേട്ടോ, വിപിത ഇങ്ങനത്തെയൊക്കെ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു പ്രോഡക്റ്റും കൂടി ഇറക്കിയിട്ടുണ്ട്. ഇത് ഗുരുമന്ത്രയിലുള്ള ഒരു പ്രോഡക്റ്റാണ്, പുതിയതായിട്ടൊന്നാണ് കേട്ടോ. കരിങ്ങാലിയിൽ രുദ്രാക്ഷം കെട്ടിയിരിക്കുകയാണ്. കരിങ്ങാലിയിൽ രുദ്രാക്ഷം, 5 മുഖ രുദ്രാക്ഷമാണ്. സിൽവറാണ് ഇത്, സിൽവർ കപ്പിൽ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതിൽ ലോക്കറ്റും കൂടി ഉണ്ട്. ലോക്കറ്റിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാം കേട്ടോ. അതേപോലെ തന്നെ കരിങ്ങാലിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമൽ കരിങ്ങാലി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലർ പറഞ്ഞു വിപിത എനിക്ക് ഇത് സിൽവർ കപ്പുള്ളത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സിൽവർ കപ്പുള്ളത് 54 ബീഡിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള പ്രൈസിനാണ് എനർജൈസിങ് കഴിഞ്ഞ് റേക്കി എനർജൈസ് ചെയ്തിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഗുരുമന്ത്രം എത്തിക്കുന്നത്. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പ്രൈസിലാണ് കേട്ടോ. നിങ്ങൾ ആര് കൊടുക്കുന്നതിനേക്കാൾ റേറ്റ് കുറവായിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ റേക്കി എനർജൈസിങ് എന്ന് പറയുന്നത് നിങ്ങളൊരു മാസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് എടുത്തുനിന്ന് റേക്കി എനർജൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2000-ൻ്റെയോ അല്ലെങ്കിൽ 3000-ൻ്റെയോ 4000-ൻ്റെയോ ബില്ലങ്ങോട്ട് തരും അവർ. സീരിയസ്ലി അവർ തരും. റേക്കിക്ക് അത്ര ഉണ്ട്. പക്ഷേ നമ്മൾ ഗുരുമന്ത്ര കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ റേക്കി പഠിച്ചവർക്കും റേക്കി എന്താണെന്ന് അറിയുന്നവർക്കൊക്കെ ഇത് വളരെ വ്യക്തമായിട്ട് അറിയാം. നമുക്ക് ഇത് കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് റേക്കി എന്നുള്ളത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹമാണത്. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. നമ്മളത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അത് എങ്ങനെ നിങ്ങളോട് പറയണം എന്നറിയില്ല. അപ്പോൾ നിങ്ങൾക്കത് നോർമൽ എനർജൈസിങ് കഴിഞ്ഞ് പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നതും റേക്കി എനർജൈസ് ചെയ്തിട്ട് ഉള്ള പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നതും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട് എന്ന് കരുതിക്കൊണ്ട് നോർമൽ എനർജൈസിങ് കഴിഞ്ഞിട്ടുള്ളത് ഗുണം ഉണ്ടാവില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. അത്രത്തോളം എനർജൈസ് ചെയ്ത് പിന്നീട് നിങ്ങളുടെ പേര് ഇതേപോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് റേക്കിയും കൂടി എനർജൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഓരോ പ്രോഡക്റ്റിൽ എത്തുന്നത്. ഓരോ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയ ഓരോ കസ്റ്റമറും എന്നോട് പറയുന്ന ഫീഡ്ബാക്ക് അത്രത്തോളം ഉണ്ട്. അപ്പോൾ ഇത് വേണ്ടവർ ഗുരുമന്ത്രയിൽ ഇത് മണി മാഗ്നറ്റ് ഇതൊക്കെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഇതൊക്കെ നിങ്ങളൊന്ന് റേക്ക് എനർജൈസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ എന്നോട് കുറേ പേര് ഈ കുറച്ച് നാളുകളായിട്ട് എന്നോട് കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് ബാഡ് ഹാബിറ്റ്, ബാഡ് വൈബ്സ്, അതായത്
സ്മോക്കിംഗ്, ആൽക്കഹോളിന് അഡിക്റ്റാണ്, ഉറക്കമില്ല, ദേഷ്യം പെട്ടെന്ന് വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഫേസ് ചെയ്യുന്ന കാര്യം അവരെന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ വളരെ വ്യക്തമായിട്ടോ എനിക്കൊരു ഡൗട്ടും ഇല്ല നിങ്ങളോട് പറയാനായിട്ട്. റേക്കി എനർജൈസിങ് കഴിഞ്ഞ ശേഷം റേക്കിയും കൂടി എനർജൈസ് ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. ഈ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിയത് കൈകളിലിടൂ, നിങ്ങളുടെ ഇടത് കയ്യിലിടൂ. ഇപ്പോൾ ആർക്കാണോ, ഇപ്പോൾ ഹസ്ബൻഡിനാണോ, ബ്രദറിനാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണോ വേണ്ടത്, നിങ്ങൾക്ക് സ്വയമാണ്, ആർക്കായിക്കോട്ടെ, പോയിട്ട് നിങ്ങൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, ഇത് റേക്കി എനർജൈസ് ചെയ്ത ശേഷം നിങ്ങൾ ഇടൂ. നിങ്ങൾക്ക് ആ മാറ്റം നിങ്ങൾ അനുഭവിച്ചറിയോ? നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ അറിയാമല്ലോ, ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഫാമിലിയിൽ സമാധാനം ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, ഉറക്കമില്ലായ്മ. ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടും പലർക്കും അത് നിർത്താൻ പറ്റിയെന്ന് വരില്ല. അത് അവരുടെ മനസ്സിൻ്റെ ബലക്കുറവാണ്. അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് വാങ്ങി ധൈര്യമായിട്ടിടൂ. നിങ്ങൾ ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഓരോരുത്തർ പറയുന്ന ഒരു കാര്യമാണ്, മോളെ ഭയങ്കര ഇഷ്ടമാണ്, മോളെ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും എന്നെ കാണുന്നത് മക്കളെ പോലെ കാണുന്നവരുണ്ട്, ചേച്ചീനെ പോലെ കാണുന്നവരുണ്ട്, അനിയത്തിനെ പോലെ കാണുന്നവരുണ്ട്, കൂട്ടുകാരിനെ പോലെ കാണുന്നവരുണ്ട്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എന്നെ കണ്ടോളൂ. ചിലവർ അമ്മയെ പോലെ കണ്ടാൽ മതി എന്ന് പറയും, ചിലർ അച്ഛനെ പോലെ കണ്ടാൽ മതി എന്ന് പറയും, ചിലർ ബ്രദറിനെ പോലെ കണ്ടോളൂ കേട്ടോ എന്ന് പറയും. അങ്ങനെ ഒരുപാട് സ്നേഹമാണ് നിങ്ങൾ തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിയിട്ട്, അങ്ങനെ ആൽക്കഹോളിക് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡിക്റ്റഡ് ആണ്, നിങ്ങൾക്കത് നിർത്തണം എന്ന് തോന്നിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് എനിക്ക് പലരും എന്നോട് നിർത്തണം എന്ന് തോന്നിയിട്ടൊക്കെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. റേക്ക് എനർജൈസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്കിത് തരാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫണ്ടിനൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ലെന്നേ. നിങ്ങളിപ്പോൾ എന്നെ എന്താ പറയുക, മോളെ പോലെയും സഹോദരിയെ പോലെയും കൂട്ടുകാരിയെ പോലെയും ചേച്ചിയെ പോലെയൊക്കെ എന്നെ കാണുന്നില്ലേ, അതൊക്കെ തന്നെ മതി, നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഫണ്ടിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് നിങ്ങളിത് ഇപ്പോൾ വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഫണ്ടിൻ്റെ ആണെന്നുള്ളത്. ഒരു തരത്തിലൊരു മടിയും വിചാരിക്കേണ്ട. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു കുട്ടിയോട് പറയുന്ന പോലെ, അല്ലെങ്കിൽ മകളോട് പറയുന്ന പോലെ, അല്ലെങ്കിൽ ചേച്ചിയോട് പറയുന്ന പോലെ, അനിയത്തിയോട് പറയുന്ന പോലെ, കൂട്ടുകാരോട് പറയുന്ന പോലെ കണ്ടിട്ട് എന്നോട് പറഞ്ഞോളൂ, എനിക്കത് മനസ്സിലാകും. അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുക. എന്തായാലും വെബ്സൈറ്റ് എടുക്കാൻ കുറച്ച് പേര് പറഞ്ഞു, വെബ്സൈറ്റ് ഒന്നും നമ്മളിപ്പോൾ തുടങ്ങുന്നില്ല. ഇപ്പോഴൊന്നല്ല, വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസിലൂടെ നമ്മുടെ കയ്യിൽ നിന്ന് ഗുരുമന്ത്രയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടണം, നിങ്ങൾക്കൊരു അതിൻ്റെ ഗുണം കിട്ടണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ വേണം. നിങ്ങളുടെ നിന്ന് ഓരോന്ന് കാര്യങ്ങളും ഞാനത് ചോദിച്ചറിഞ്ഞ്, ഇതേപോലെ കുറേ ഉണ്ട് കേട്ടോ, അപ്പുറത്തെ റൂമിലുള്ള. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഗുണം കിട്ടണം. ആ വെബ്സൈറ്റിലൂടെ ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടിയെന്ന് വരില്ല. പിന്നെ ഇത് പറഞ്ഞ പോലെ നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചിട്ടൊന്നുമല്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 100, 100, 1000 ഓർഡറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഗൈസ് അമ്പലത്തിൽ പോയിട്ട് പൂജിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റുന്നത്? എല്ലാവർക്കും അമ്പലത്തിൽ നിങ്ങൾ ഒരു അമ്പലത്തിൽ 100 എണ്ണം ഇത്രയൊക്കെ പൂജിച്ച് തരുമെന്നൊക്കെ പറയുമ്പോൾ അത് എനിക്കറിയില്ല എത്രത്തോളം പ്രാക്ടിക്കലാവുന്നുള്ളത്. പക്ഷേ ഗുരുമന്ത്ര പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വീഡിയോ സഹിതം ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇൻഡിവിജ്വലി എടുത്തിട്ടാണ്, ഓരോരുത്തർ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ 100% വിശ്വസിച്ച് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഗുരുമന്ത്രയിൽ നിന്ന് എന്ത് പ്രൊഡക്റ്റാണോ നിങ്ങൾക്ക് വേണ്ടത്, നമ്മുടെ പേജുണ്ട്, പേജിൽ പോയിട്ട് നിങ്ങൾ മാക്സിമം ഞാൻ പേജിൽ ഇപ്പോൾ ഓരോന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പേജിൽ പോയി സെലക്ട് ചെയ്ത് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്തോളൂ. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതായത് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല, എന്തായിക്കോട്ടെ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്യാം. പറഞ്ഞു ഇത് ഉറക്കക്കുറവ്, സ്ട്രെസ്സ്, പിന്നെ ടെൻഷൻ, പിന്നെ നിങ്ങൾക്ക് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മനസ്സുകൊണ്ട് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ റേക്ക് എനർജൈസ് ചെയ്തിട്ട്, എനർജൈസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ, നിങ്ങളെപ്പോലും മാറ്റും. നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളെ മാറ്റിയിരിക്കും. ഞാൻ തരുന്ന വാക്കാണ്, ഗുരുമന്ത്രം വരുന്ന വാക്കാണ്. നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ ഓർഡർ ചെയ്തോളൂ, ഇത് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പേജിൽ DM ചെയ്താലും മതി, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഒരാളെ പോലും ഞാൻ മിസ്സാക്കാറില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരുടെയും പ്രോഡക്റ്റ് പോയിട്ടുണ്ട് കേട്ടോ, എല്ലാവരുടെയും പോയിട്ടുണ്ട്. ഇന്നലെ വരെ എനിക്ക് തന്നിരിക്കുന്ന എല്ലാ ഓർഡറുകളും ഷിപ്പിംഗ് ആയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നിങ്ങൾക്കത് കിട്ടും. എറണാകുളം ഭാഗത്തുള്ളവരാണെങ്കിൽ ഇന്ന് തന്നെ കിട്ടും, അല്ലെങ്കിൽ നാളെ കിട്ടും. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റുകൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കരിങ്ങാലി ആണെങ്കിൽ, നമ്മുടെ ഗുരുമന്ത്രയിൽ നിന്ന് പോയിട്ടുള്ള ഓരോ പ്രോഡക്റ്റിൻ്റെ കൂടെയും നമ്മൾ കരിങ്ങാലി ബ്രേസ്ലെറ്റ് ഫ്രീ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഫ്രീ കൊടുത്തിരിക്കുക. അപ്പോൾ കരിങ്ങാലി ബ്രേസ്ലെറ്റ് വലത് കൈയിലും
ബാക്കിയുള്ളത് ഇടത് കൈയിലും. സ്റ്റോൺസൊക്കെ എന്താ സ്റ്റോൺസിൻ്റെ ബ്രേസ്ലെറ്റ് നിങ്ങൾ ഇടത് കൈയിലും കരിങ്ങാലി വുഡിൻ്റെ നിങ്ങൾ വലതു കൈയിലും ഇടുക. ഇത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമുക്ക് സ്വീകരിക്കുന്നത് ഇടതിലൂടെ. എനർജി സ്വീകരിക്കണം, പണം സ്വീകരിക്കണം, പോസിറ്റിവിറ്റി സ്വീകരിക്കണം, അതൊക്കെ നമ്മൾ ഇടത് കൈയിൽ. പുറത്തേക്ക് വിടണം, അതെല്ലാം നമ്മൾ വലത് കൈയിൽ. കേട്ടോ? അത്ര ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ ഓർഡർ പ്ലേസ് ചെയ്യാം. കരിങ്ങാലിയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. കരിങ്ങാലിയൊക്കെ ഒരുപാട് നമുക്കിപ്പോൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവർക്കും ഇതൊക്കെ അങ്ങോട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ പവർ ഭയങ്കര പവറാണ്. ഈ കരിങ്ങാലി ബീഡ്സ് ഇല്ലേ, ഇത് ഒറിജിനൽ വുഡാണ്. ഒറിജിനൽ വുഡ് കട്ട് ചെയ്ത് ഇതേപോലെ ബീഡ് ആക്കിയിട്ടാണ് നമ്മളിതിങ്ങനെ കോർത്ത് നിങ്ങൾക്കൊരു ബ്രേസ്ലെറ്റ് ആക്കി തരുന്നത്. ഇത് എനർജൈസ് ചെയ്തിട്ട് നെയ്യിലിട്ട് എനർജൈസ് ചെയ്ത് അതിനുശേഷം ഭസ്മത്തിലിട്ട് പിന്നെ വിഭൂതി കൊള്ളിച്ച ശേഷം റേക്കി എനർജൈസ് ചെയ്ത് വെളുപ്പിനെ റേക്കിയും കൂടി എനർജൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്. നോർമൽ എനർജൈസിങ് മാത്രമല്ല, സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ എനർജൈസിങ് ചെയ്യുന്നുണ്ട് തലേ ദിവസം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് റേക്കി എനർജൈസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തുന്നത്. ഇത് ഫ്രീ ആയിട്ടാണ് കേട്ടോ ഇത് കിട്ടുന്നത്. ഗുരുമന്ത്രയിലുള്ള ഏത് പ്രോഡക്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഏത് പ്രോഡക്റ്റും നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുമന്ത്രയിലുള്ള ഏത് പ്രോഡക്റ്റ് ഓർഡർ ചെയ്താലും ഇത് അങ്ങോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. ഇതും റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് തരുന്നത്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് റേക്കി എനർജൈസിങ് വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് എനർജൈസ് ചെയ്യാൻ. തീർച്ചയായിട്ടും പറ്റും കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ കുട്ടികൾ പഠിക്കാൻ ബുക്ക് എടുത്തു, അവർക്ക് പഠിക്കാൻ തോന്നുന്നില്ല, നിങ്ങൾ അവരുടെ ബുക്കൊന്ന് എനർജൈസ് ചെയ്താൽ മതി. അവർക്ക് പഠിക്കാൻ മടി, എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ ആ ബുക്കൊക്കെ ഒന്ന് എനർജൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. വിവിധ ബുക്കുകളൊന്ന് എനർജൈസ് ചെയ്യണം. നിങ്ങളുടെ ബുക്കുകളോ നിങ്ങളുടെ ഓഫീസിലെ ഉള്ള ഓരോ സാധനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് ഓഫീസൊക്കെ ഉള്ളവരാണെങ്കിൽ ഓഫീസിൽ ഓരോ തിങ്സ് ഉണ്ടല്ലോ, അത് എനർജൈസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളം എനർജൈസ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതേപോലെ എനർജൈസ് ചെയ്യണം, അല്ലെങ്കിൽ റേക്കി എനർജൈസ് ചെയ്ത് അത് പോസിറ്റിവിറ്റി കൂട്ടണം എന്ന് നിങ്ങളുടെ ഓഫീസ് ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ തിങ്സ് ആയിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബുക്കുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പേനയായിരിക്കാം, നിങ്ങൾക്ക് പോസിറ്റീവ് കൂട്ടണം എന്ന് തോന്നുന്ന എന്ത് സാധനങ്ങളാണെങ്കിലും എനർജൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളത് റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും